കേരളത്തെ നടുക്കിയ വയനാട് മുണ്ടയ്ക്കൽ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 2 വർഷം തികയുകയാണ്. 2024 ജൂലൈ 30 പുലർച്ചെയുണ്ടായ ആ കറുത്ത രാത്രിയുടെ നടുക്കുന്ന ഓർമ്മകളിൽ ഇന്നും ഒരു നാട് വിറങ്ങലടിച്ചു നിൽക്കുന്നു. ദുരന്തത്തിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് പൂത്തുമലയിലെ ഹൃദയഭൂമിയിലും കൽപ്പറ്റയിലെ ടൗൺഷിപ്പിലും ഉറ്റവരെ നഷ്ടപ്പെട്ടവരും നാട്ടുകാരും ഒത്തുചേർന്ന് സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി വിതുമ്പലോടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ പുതുക്കി. 2024 ജൂലൈ 30 പുലർച്ചെ 2 മണിയോടെയാണ് വെള്ളരിമലയുടെ ഭാഗത്തു നിന്നും ഉരുൾപൊട്ടി ഒലിച്ചിറങ്ങിയത്. പുഞ്ചിരിമട്ടം, മുണ്ടയ്ക്കൽ, ചൂരൽമല, അട്ടമല എന്നീ മനോഹരമായ ഗ്രാമങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ മണ്ണടിയുകയും ചാലിയാർ പുഴയിലൂടെ കിലോമീറ്ററുകളോളം അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തുകയും ചെയ്തു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 292 പേരുടെ ജീവനാണ് ഈ മഹാദുരന്തം കവർന്നത്. ദുരന്തത്തിൽ കാണാതായ 32 പേരെ പിന്നീട് മരിച്ചതായി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കണക്കുകൾ ചേർത്താൽ മരണസംഖ്യ 400-ന് മുകളിലാണെന്ന് പ്രാദേശികമായ വിലയിരുത്തലുകളുമുണ്ട്. മരിച്ചവരിൽ 99 പേരെ DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. കൂടാതെ നിലമ്പൂർ, ചാലിയാർ പുഴയിൽ നിന്നടക്കം 223 ശരീരഭാഗങ്ങളും അന്ന് കണ്ടെത്തിയിരുന്നു. ദുരന്തത്തിന്റെ 2ാം ആണ്ടിലും മുണ്ടയ്ക്കയും ചൂരന്മലയും പൂർണ്ണമായി ജനവാസയോഗ്യമായിട്ടില്ല. ഭൂരിഭാഗം ജനങ്ങളും കൽപ്പറ്റയിലെ ഫേസ് 1 ടൗൺഷിപ്പിലും മറ്റ് താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലുമാണ് കഴിയുന്നത്. ദുരന്തം കവർന്ന പ്രദേശങ്ങളിലെ വഴിയോരങ്ങളിൽ വീണ്ടും പച്ചപ്പ് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിലെ ഭയവും കണ്ണീരും ഇനിയും മാറിയിട്ടില്ല. സർക്കാർ സഹായത്തോടെയുള്ള മോഡൽ ടൗൺഷിപ്പ് നിർമ്മാണവും പൂർണ്ണമായ പുനരധിവാസ പ്രവർത്തനങ്ങളും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് 99 വയനാട്.